ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരു പുതിയ കാർഡ്സ്, അതായത് ആകാശിക് ടാരോട്ട് കാർഡ്സ് ഉപയോഗിച്ച് നമുക്കിന്ന് ആകാശിക് റീഡിംഗ് ആണ് എടുക്കുന്നത്. അപ്പം നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന കാർഡ്സ് വെച്ചിട്ട് എന്താണ് നിങ്ങളുടെ ദൗത്യം, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ നിങ്ങൾ എത്തിയിരിക്കുന്നത്, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു അവലോകനമാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. നമുക്ക് ഇത് ജനറൽ റീഡിംഗ് ആണ്, അറിയാമല്ലോ എല്ലാവർക്കും. ഒരു പക്ഷേ ഇത് റെസിഡൻ്റ് ആവില്ല, റെസിഡൻ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ഓക്കെ, നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്നത് ക്ലിയറിങ് ദ വേ എന്നാണ്. നിങ്ങളുടെ വഴി തുറന്നിരിക്കുന്നു. അവിടെ തടസ്സമുണ്ടായിരുന്ന കുറേ കാരണങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അത് ഇപ്പോൾ തുറന്നിരിക്കുന്നു എന്നാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന കാർഡ്. എന്താണ് നമുക്ക് ക്ലിയറിങ് ദ വേ കിട്ടാൻ കാരണം? ദ കാർമിക് ട്രഞ്ചിലായിരുന്നു നിങ്ങൾ, വളരെയധികം കാർമിക് ട്രഞ്ചിലായിരുന്നു. കാർമിക് ട്രഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പറയുന്ന കാർമിക് സൈക്കിൾ, അത് പൂർത്തിയായിരിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് നമുക്കിവിടെ ക്ലിയറിങ് ദ വേ എന്ന് വന്നിരിക്കുന്നത്. എന്താണ് നമ്മുടെ ക്ലിയറിങ് ദ വേ? നമ്മുടെ ലക്ഷ്യം എന്താണോ, അതായത് നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന മനുഷ്യനായിട്ട് അല്ലേ, അപ്പോൾ ആ കർമ്മത്തിൻ്റെ ആ ഒരു വഴി തുറന്നിരിക്കുന്നു എന്നാണ്. ശരിക്കും എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ സോൾ പർപ്പസ്? നമ്മൾ ഇന്നലെയും സോൾ പർപ്പസിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ആ സോൾ പർപ്പസ് എന്താണോ, അത് എന്തായാലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ആ എന്ത് തന്നെയാണ് ആ വഴി എങ്കിലും അതിവിടെ ക്ലിയർ ആയിരിക്കുന്നു. കാരണം നിങ്ങളുടെ കാർമിക് സൈക്കിൾ എൻഡ് ആയിരിക്കുന്നു എന്നാണ്. ഡിവൈനിലേക്കുള്ള ദൂരം കുറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ചെയ്യാനുള്ള നിങ്ങളുടെ പദ്ധതി വളരെ സുഗമമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നു എന്നാണ് കേട്ടോ. ഓക്കെ, അടുത്തത് സെറ്റിംഗ് യുവർ കോഴ്സ് എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ദ കാർമിക് ട്രഞ്ച് പറഞ്ഞു. എന്താ കാർമിക് ട്രഞ്ച് എന്ന് പറഞ്ഞത്? നിങ്ങളുടെ കർമ്മ ഇവിടെ തീർന്നിരിക്കുന്നു, എന്നിട്ട് നിങ്ങളുടെ കോഴ്സിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു, അത് സെറ്റ് ആയിരിക്കുന്നു. ആ സെറ്റിങ്സിലേക്ക് നിങ്ങൾ കടക്കുക, മടിച്ചു നിൽക്കാതിരിക്കുക, ഭയത്തെ നിങ്ങൾ അകറ്റുക. ഇവിടെ ഒരു കാർമിക് കുഴിയിൽ കിടന്ന ആൾക്കാരാണ്. അവിടുന്ന് പെട്ടെന്ന് നമുക്കിത് കിട്ടുമ്പോൾ, അത് ഇന്നലെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ചില അനുഭവങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു അല്ലേ. അപ്പോൾ ആ അനുഭവങ്ങൾ നമുക്കിവിടെ എടുത്ത് ഊന്നി പറയേണ്ടിയിരിക്കുന്നു. ആ അനുഭവങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്കുണ്ടാകുന്നത് ഫിയറാണ്. എന്താണ് ഫിയർ? ഭയമാണ്. എങ്ങനെ ഇത് മുൻപോട്ട് കൊണ്ടുപോകും, ഞാനിതെങ്ങനെ ചെയ്യും, ഡിവൈൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ജോലി ഞാൻ എങ്ങനെയാണ് ഇത് പൂർത്തീകരിക്കുക, ഇത്തരം സംശയങ്ങൾ നമ്മുടെ ലൈഫിൽ വരും എന്നാണ്. ഓക്കെ, അപ്പോൾ ആ സംശയങ്ങൾ എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അതിനെയൊക്കെ എടുത്തു കളയൂ, സെറ്റ് ചെയ്യൂ. നിങ്ങളുടെ പുതിയ കോഴ്സിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് നിങ്ങൾ. ആ പുതിയ കോഴ്സിലേക്ക് പോകുന്ന സമയത്ത് സെറ്റ് ചെയ്യൂ കാര്യങ്ങൾ, അത് നിങ്ങളുടെ ജോലിയാണ്. നമ്മൾക്ക് ഉണ്ടായിരുന്ന ട്രോമ എടുത്ത് ദൂരെ കളയൂ. ആ ട്രോമയൊക്കെ എടുത്ത് മാറ്റിക്കളഞ്ഞാൽ മാത്രമാണ് നമ്മളുടെ പാത കുറച്ചും കൂടി ക്ലിയർ ആവുള്ളൂ. ഇവിടെയൊക്കെ എല്ലാ വഴിയും തുറന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുൻപോട്ട് പോകാം എന്നാണ് പറയുന്നത്. അടുത്ത കാർഡ് വന്നിരിക്കുന്നത്, നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്, യെസ്, ഓക്കെ, ദ ബേർഡ്സ് നെസ്റ്റ് ആണ്. എന്താണ് ദ ബേർഡ്സ് നെസ്റ്റ്? എല്ലാം സുരക്ഷിതമാകാൻ പോകുന്നു എന്നാണ്. എന്താണ് ഒരു ബേഡ് ഒരു കൂടുണ്ടാക്കി, കിളി ഒരു കൂടുണ്ടാക്കി ആ കൂട്ടിനകത്ത് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് പോലെ നിങ്ങളുടെ ഒരു കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷം, അല്ലെങ്കിൽ അവരുടെ സമാധാനം, അവരുടെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക, ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യുക. അത് ഷാറ്റേഡായിട്ടാണ്, അല്ലെങ്കിൽ ആ കുഴിയിലാണ് കിടന്നിരുന്നെങ്കിൽ ആ കുഴിയിൽ നിന്ന് പുറത്ത് കിടക്കൂ. ഇതാണ്. ഓക്കെ, ഇനി ഡിവൈൻ പദ്ധതി എന്താണ്? അല്ലെങ്കിൽ നമുക്കൊരു സ്പിരിച്വൽ ലൈഫിലേക്ക് പോകാനാണ് താല്പര്യം, അതിനാണ് നമുക്ക് ചില എനർജി നമ്മളിലേക്ക് പ്രവേശിച്ചത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങളിലേക്ക്, അതായത് ഫ്യൂച്ചറിലേക്ക്, അതായത് ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഒരു ബേർഡ്സ് നെസ്റ്റ് പോലെ നിങ്ങൾ വളരെയധികം സുരക്ഷിതത്വം അനുഭവിക്കാൻ പോകുന്നു
എല്ലാ കാര്യങ്ങൾക്കും ഒരടുക്കും ചിട്ടയും വരാൻ പോകുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ സമാധാനം കണ്ടെത്തുന്നത് നമ്മുടെ കുടുംബത്താണ്, അല്ലേ? നമ്മൾ വേറെ പുറത്തെല്ലാം പോയി അലിഞ്ഞ് തിരിഞ്ഞ് വന്ന് വിഷമിച്ച് വന്ന് കുളിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ സമാധാനമായിട്ട് നീണ്ടു നിവർന്ന് കിടക്കുന്നതും സ്വസ്ഥത അനുഭവിക്കുന്നതും നമ്മുടെ വീടുകളിലാണ്. അതുപോലെ ഇവിടെയും നിങ്ങളുടെ ഈ കുഴിയിൽ കിടന്ന അവസ്ഥയിൽ നിന്നുമൊക്കെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയറാക്കി തന്ന സ്ഥിതിക്ക് നിങ്ങളുടെ കുടുംബത്തിൽ വന്നിട്ട് സ്വസ്ഥമായിട്ട് അങ്ങനെ ഒരു അന്തരീക്ഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നാണ്. നമ്മൾ കുടുംബത്തിൽ വന്ന് സ്വസ്ഥമായി കിടക്കുക എന്നല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ അർത്ഥം, നമുക്ക് സമാധാനമായ ഒരു അന്തരീക്ഷം നമുക്ക് ഡിവൈൻ ഒരുക്കി തന്നിരിക്കുന്നു. ആ നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി നിങ്ങൾക്ക് നിങ്ങളുടെ സംതൃപ്തിയെയും നിങ്ങളുടെ സമാധാനത്തെയും സൂചിപ്പിക്കുന്നു എന്നാണ് നമുക്ക് ഈ കാർഡ് ഇവിടെ തന്നിരിക്കുന്നത്. കോട്ട് ഇൻ ദ റോയിൻസ് ഇവിടെ വീണ്ടും നമുക്ക് വന്നിരിക്കുന്നു. ഇതിൽ നിന്ന് പുറത്ത് കടന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മളിത് ചുമ്മാ നമുക്ക് കിട്ടുന്ന കാർഡ്സ് അല്ല ഇത്. കാരണം കോട്ട് ഇൻ ദ റോയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നശിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളെയും പിടിച്ച് അതിനെയൊക്കെ നമ്മൾ പിടിച്ചെടുക്കുകയാണ്. അതിനെ പിടിച്ചെടുത്ത് അതിൽ നിന്നെല്ലാം പുറത്ത് വരികയാണ്. നമ്മളിൽ എന്താ പറയുക, ടവർ എന്ന് പറഞ്ഞ കാർഡുണ്ട്. ടാരോട്ടിൽ ടവർ എന്ന് പറയുന്ന കാർഡ്സ് ഉണ്ട്. അപ്പോൾ ആ കാർഡ്സിൽ കിടക്കുന്ന മാതിരിയാണ്, കുഴിയിൽ വന്ന് കിടക്കുന്നു. അല്ലെങ്കിൽ നമ്മളെ ഈ കോട്ടിൻ്റെ റോയിൻസ് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് നമ്മൾ പുറത്ത് കിടക്കാൻ നമ്മളുടെ ആ ഒരു പേടി, ഭയം, അത് ഇപ്പോഴും നമ്മളെ പിന്തുടരുന്നുണ്ട്. അതാണ് നമ്മളിവിടെ പറയുന്നത്. കാർമിക് ട്രെഞ്ചിൽ നിന്നും നമ്മൾ പുറത്ത് കടന്നിരിക്കുന്നു. സെറ്റിംഗ് യുവർ കോഴ്സ് എന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് നമ്മൾ വീണ്ടും ആലോചിക്കുകയാണ് എങ്ങനെയാണ് ഇത് ചെയ്യുക, എത്ര ഇതിനെ ഒന്ന് മറികടക്കാനുള്ള ആ ഒരു തത്രപ്പാടിലാണ് ഇപ്പോൾ നിങ്ങൾ. ആ തത്രപ്പാടിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ്. അതിന് ദ ബുദ്ധ പ്രിപ്പയേഴ്സ് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്നു. അല്ലെങ്കിൽ വളരെ ശാന്തിയോടുകൂടി സമാധാനത്തോടു കൂടി ഇരിക്കൂ. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യൂ. ആ മെഡിറ്റേഷനിൽ നിങ്ങൾക്ക് ഒരുപാട് ഉത്തരങ്ങൾ കിട്ടും. അവിടെ നിന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ജോലികൾ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ ഇൻഡ്യൂട്ടീവ് പവർ അവിടെ വർദ്ധിക്കും. ആ ഇൻഡ്യൂഷനിൽ കിട്ടുന്ന ചില കാര്യങ്ങൾ, സന്ദേശങ്ങൾ നിങ്ങൾ കുറിച്ച് വയ്ക്കുക. എന്തൊക്കെയാണ് എനിക്കിന്ന് കിട്ടിയത്, ഓരോ മെഡിറ്റേഷനിൽ നിന്നും നിങ്ങൾ കുറിച്ച് വയ്ക്കുക. കുറിച്ചതിന് ശേഷം നിങ്ങൾ പിന്നീട് നിങ്ങൾക്കത് ഉപകാരപ്പെടും. അതെടുത്ത് നോക്കുക. അപ്പോൾ ആ മെഡിറ്റേഷനിൽ നിങ്ങൾക്ക് കിട്ടുന്ന ശാന്തിയും സമാധാനവുമാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഈ കാർഡ്. അപ്പോൾ ഇവിടെ ഏറ്റവും കുഴിയിൽ കിടന്ന, അല്ലെങ്കിൽ കോട്ട് ഇൻ ദ റൂയിൻസ് എന്ന് പറഞ്ഞ ആ അവസ്ഥയിൽ നിന്ന് ശാന്തമായി, ഇവിടെ നമുക്കൊരു വെപ്രാളമാണ്, എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ആ ഒരു വെപ്രാളമുണ്ട്, അല്ലേ? ആ ഒരു വെപ്രാളത്തിൽ നിന്ന് ശാന്തമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരിക എന്നാണ് നമുക്ക് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് കാണുന്നത് ദ സ്ക്രൈബ് ആണ്. നിങ്ങളൊരു പക്ഷേ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലായിരിക്കാം. കാരണം ഇന്നലെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഒരു എനർജി വൈബ് വളരെ വർദ്ധിച്ചു, നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന മാറ്റം. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, എഴുതാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ പ്രിപ്പയർ ചെയ്യാനുണ്ട് എന്നാണ്. ദ സ്ക്രൈബ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണ്. അവിടെ പ്രിപ്പയർ ചെയ്യണം. കാരണം വെച്ചാൽ നമുക്ക് ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ ദൗത്യത്തിനെ പൂർത്തീകരിക്കണമെങ്കിൽ, അത് വിജയകരമാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒരുപാട് പഠിക്കാനുണ്ട്, എഴുതാനുണ്ട്. നമ്മൾ കിട്ടുന്നിടത്തുനിന്നെല്ലാം അറിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു അച്ചടിയന്ത്രത്തെയാണ് സൂചിപ്പിക്കുന്നത്, നമ്മളുടെ പഠനത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഗ്രഹിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് സൂചിപ്പിക്കുന്നു നമ്മളോട്. അടുത്ത കാർഡ് ദ ഫേറ്റഡ് മീറ്റിംഗ് എന്ന് പറയുന്നുണ്ട്. വിധി നിങ്ങളെ ആരുമായിട്ടോ മീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നു എന്നാണ്. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് കാണാതിരിക്കുന്ന ആരെയോ മീറ്റ് ചെയ്യാൻ പോകുന്നു. അത് ഫെയ്റ്റാണ്, വിധിയാണ് എന്ന് പറയുന്നു. അതല്ല, സ്പിരിച്വൽ ലൈഫിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടി അവിടെ വിധി നിർണയിച്ചു വെച്ചിരിക്കുന്ന, ഡിവൈൻ തീരുമാനിച്ചിരിക്കുന്ന ആരുമായിട്ടോ മീറ്റ് ചെയ്യാൻ സമയമായിരിക്കുന്നു നിങ്ങൾക്ക്. അത് നിങ്ങളുടെ ദൗത്യത്തെ കൂടുതൽ ശക്തമാക്കും, പ്രകാശമാനമാക്കും എന്നാണ് നമുക്ക് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. കമ്മിറ്റ്മെൻറ്റ് ആണ് പറയുന്നത്. നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ജോലി എന്തുമാവട്ടെ, ആ ജോലി കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ അതിന് ശേഷി ഉപയോഗിക്കുക, പ്രതിബദ്ധത ഉപയോഗിക്കുക. നിങ്ങളുടെ ആ പാരമ്യതയിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ കമ്മിറ്റഡ് ആയിരിക്കണം.
അപ്പോൾ മാത്രമാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഫേറ്റഡ് മീറ്റിംഗ് എന്ന് പറഞ്ഞു, നിങ്ങൾ കുറേ കാലമായി കാണാതിരുന്ന ആൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫേറ്റഡ് മീറ്റിംഗ് അവർക്ക് കാണാൻ പോകുന്നു, അതുപോലെ കമ്മിറ്റ്മെൻറ്റ് വരാൻ പോകുന്നു നിങ്ങൾക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം അതിനേക്കാൾ എത്രയോ ഉപരിയായിട്ട് നമ്മൾക്ക് നമ്മുടെ സോൾ പർപ്പസ് എന്താണോ ആ പർപ്പസിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പ്രതിബദ്ധതയോടുകൂടി ചെയ്യൂ, അതിന് നിങ്ങൾക്ക് കഴിയും, ഈശ്വരൻ്റെ എല്ലാ ബ്ലെസ്സിങ്ങും നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്. അതുപോലെ തന്നെ നമ്മളുടെ ഒരു പുതിയ ദൗത്യമാണ് ആകാശിക് റെക്കോർഡ് റീഡിംഗ് എന്ന് പറയുന്നത്. ഞാൻ അത് തുടങ്ങിയെന്ന് ഞാനിതിനു മുമ്പ് പറഞ്ഞിരുന്നു. അപ്പോൾ അത് നമുക്ക് കൂടുതൽ ഒരു ആത്മബലം കിട്ടുന്നു, കോൺഫിഡൻസ് കിട്ടുന്നു. എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള എൻ്റെ മനസ്സിൽ ഞാൻ ആദ്യം ഒരിക്കൽ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സംസാരിക്കേണ്ട വിഷയങ്ങൾ ഇതൊന്നുമല്ല, എനിക്കതിൽ കൂടുതലായിട്ട് സ്പിരിച്വലായിട്ടുള്ള ഒരു വഴി എൻ്റെ മുമ്പിലുണ്ട്, ആ വഴിയിലൂടെ പോകാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ഞാൻ കൊടുക്കും എന്ന് വെച്ച് ഞാൻ ടാരോട്ട് കാർഡ് എടുക്കില്ലെന്നല്ല, അതെടുക്കും, അതും എടുക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും സ്പിരിച്വൽ ലൈഫിലേക്ക് വന്നവരല്ല അല്ലേ, നമ്മുടെ സാധാരണ ആളുകളും ഉണ്ടല്ലോ, അവർക്ക് വേണ്ടി ഞാനത് ചെയ്യും. എന്നാലും എൻ്റെ കൂടുതൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിലാണ്, ആകാശിക് റെക്കോർഡ് റീഡിങ് എടുക്കുന്നതിലാണ്. ഞാൻ അതിനകത്തേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങാൻ വേണ്ടിയിട്ട് ഞാനും ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം എനിവേ നമ്മളുടെ ജീവിതത്തിലെ ഓരോരുത്തരുടെയും കർമ്മങ്ങൾ അത് സക്സസ് ആകാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി ഈശ്വരൻ നമ്മളെ സഹായിക്കട്ടെ, അല്ലെങ്കിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നമ്മളുടെ ഈ ഒരു സെഷൻ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി. താങ്ക് യു.